നിങ്ങൾ കുളത്തിൽ കല്ലിട്ട് നോക്കിയിട്ടുണ്ടോ? കല്ലിടുമ്പോൾ അതിൽ ഓളങ്ങൾ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഓളങ്ങൾ ഉണ്ടാവുന്നത്? അതിൻ്റെ കാരണം വേവ് മോഷനാണ്, അല്ലെങ്കിൽ തരംഗചലനമാണ്. അപ്പോൾ എന്താണ് വേവ് മോഷൻ അല്ലെങ്കിൽ തരംഗചലനം എന്ന് പറഞ്ഞാൽ? ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് വേവ് മോഷൻ അല്ലെങ്കിൽ തരംഗചലനം എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് പോവാം. കുളത്തിൽ കല്ലിട്ട് നോക്കുമ്പോൾ ഓളങ്ങൾ ഉണ്ടാവുന്നതിനെ പറ്റി. നമ്മൾ കുളത്തിൽ കല്ലിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് കല്ല് വീഴുന്നത്. അപ്പോൾ ഇവിടുത്തെ മോളിക്യൂളിൽ എന്താ സംഭവിക്കുക? അവിടെയാണ് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായത്, അല്ലെങ്കിൽ അവിടെയാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത്, അല്ലേ? അപ്പോൾ എന്താ, അവിടുത്തെ വാട്ടർ മോളിക്യൂള് മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്ത് അവിടെ നിൽക്കുമോ? ഇല്ല. തൊട്ടടുത്തിരിക്കുന്ന അവിടെ ഉണ്ടാവുന്ന ആ മോളിക്യൂളിലെ വൈബ്രേഷൻ കാരണം എന്ത് ചെയ്യും? അതിൻ്റെ തൊട്ടടുത്തുള്ള മോളിക്യൂളും മുകളിലേക്കും താഴേക്കും വൈബ്രേറ്റ് ചെയ്യും. ഇവിടെയും വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ മോളിക്യൂൾസും എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ എന്താണ്, ഇതെല്ലാം എന്താണ്, ഒരു മീൻ പൊസിഷനെ ആസ്പദമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ ആസ്പദമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? അത് ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഓസിലേഷൻ അല്ലേ അവിടെ നടക്കുന്നത്. ആ സർഫസ് എന്ത് ചെയ്യാണ്? മുകളിലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യണം. ആ വാട്ടർ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ സർഫസ് എന്ത് ചെയ്യുന്നു? ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഭാഗത്തുണ്ടായ ഒരു ഊർജം അല്ലെങ്കിൽ എനർജി ദോലനങ്ങളിലൂടെ, ഓസിലേഷനിലൂടെ അടുത്ത ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്? പ്രസരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്, അല്ലേ? അതെങ്ങനെയാണ്? തുടർച്ചയായി, അല്ലേ? ഇവിടെ എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടോ? ഇല്ല. തുടർച്ചയായിട്ട്, അതായത് കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി, തുടർച്ചയായി പ്രസരിക്കുന്നു, അല്ലേ? കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദി അതർ പാർട്ട് ത്രൂ എങ്ങനെയാണ്? ഓസിലേഷൻ. അതിനെയാണ് എന്ത് പറയുന്നത്? വേവ് മോഷൻ. ഇനി മലയാളത്തിൽ പറഞ്ഞാൽ, ഒരു ഭാഗത്തുണ്ടാവുന്ന ഊർജം അത് മറ്റു ഭാഗങ്ങളിലേക്ക് ദോലനങ്ങളിലൂടെ തുടർച്ചയായി പ്രസരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? തരംഗചലനം എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ചയായി ഊർജത്തിൻ്റെ പ്രസരണം, ഊർജത്തിൻ്റെ തുടർച്ചയായ പ്രസരണം ഫ്രം വൺ പാർട്ട് ടു ദി അതർ പാർട്സ്. എങ്ങനെയാണ്? ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് എങ്ങനെയാണ്? ത്രൂ ഓസിലേഷൻ, ദോലനങ്ങളിലൂടെ. ഓക്കെ, അപ്പോൾ ദോലനങ്ങളിലൂടെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം മറ്റു ഭാഗങ്ങളിലേക്ക് തുടർച്ചയായി പ്രസരിക്കുന്നതിനെയാണ് തരംഗചലനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന നടുക്ക് കല്ല് വന്ന് വീണപ്പോൾ ഉണ്ടായിരുന്ന ആ ഊർജ്ജം, അവിടെ ഉണ്ടായിരുന്ന മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ? തുടർച്ചയായി ദോലനങ്ങളിലൂടെ മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തു? അത് പ്രസരിച്ചു. ഇതിനെയാണ് എന്ത് പറയുന്നത്? വേവ് മോഷൻ എന്ന് പറയുന്നത്. അവിടെ ആ റിപ്പിൾസ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഓളം എന്ന് പറയുന്നത് എന്താണ്? ഈ വേവ് മോഷൻ, അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തത് കൊണ്ടാണ് ഉണ്ടായത്. ഇപ്പം നമ്മൾ കണ്ട വേവ്സ് എന്താണ്? റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ, ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ. ഓക്കെ, ഇനി വേറെ ഏതൊക്കെ വേവ്സ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേവ്സ് ഏതാണ്? സൗണ്ട് വേവ്സ്, അല്ലെങ്കിൽ ശബ്ദതരംഗം. പിന്നെ സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശം, അല്ലെങ്കിൽ ബൾബിൽ നിന്നൊക്കെ വരുന്ന പ്രകാശം, ലൈറ്റ് വേവ്സ്, അല്ലേ? എന്താണ്? പ്രകാശ തരംഗം അല്ലെങ്കിൽ ലൈറ്റ് വേവ്സ്. ഇനി ടി വിയുടെയൊക്കെ സിഗ്നൽ വരുന്ന, അല്ലെങ്കിൽ റേഡിയോയുടെ സിഗ്നൽ, FM-ൻ്റെ സിഗ്നലൊക്കെ വരുന്നത് എന്താ? റേഡിയോ വേവ്സ്, റേഡിയോ തരംഗങ്ങൾ. പിന്നെ ഭൂമികുലുക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന തരംഗം ഏതാണ്? ഭൂമികുലുക്കം ഉണ്ടാക്കുന്ന തരംഗം എന്താണ്? സീസ്മിക് തരംഗം,
അതാണ് എന്ത് നമ്മുടെ ഭൂമികുലുക്കം ഉണ്ടാക്കുന്ന തരംഗം. അതായത് ഭൂമിയുടെ സർഫസിലൂടെ അല്ലെങ്കിൽ റോക്കിലൂടെ അല്ലെങ്കിൽ സോയിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത് വരുന്ന സീസ്മിക് തരംഗങ്ങൾ. മൈക്രോവേവ്, എക്സ്റേസ്, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണുന്ന എക്സ്റേസ്. ഓക്കെ, അങ്ങനെ പലതരം വേവ്സുകളുണ്ട്. ഇനി എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ വേവ്സുകളും സെയിം ആണോ, ഒരേപോലെയാണോ ട്രാവൽ ചെയ്യുന്നത്? എല്ലാ വേവ്സിനും ട്രാവൽ ചെയ്യാൻ ഒരു മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞ വേവ്സുകളെല്ലാം ഒരുപോലെയാണോ അതെല്ലാം സഞ്ചരിക്കുന്നത്? എല്ലാത്തിനും മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ മീഡിയത്തിൻ്റെ ആവശ്യമുണ്ടോ? എന്താ മീഡിയം എന്ന് പറഞ്ഞാൽ അതിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശൂന്യതയിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്താൽ മാത്രമേ അത് ട്രാവൽ ചെയ്യുള്ളൂ. ആദ്യത്തെ വേവ്സ് നമുക്ക് എടുക്കാം. സൗണ്ട് വേവിന് മാധ്യമത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട് അല്ലേ? നമുക്ക് ഇതുപോലെ ഒരു എയർ ഇല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. ഒരു മാധ്യമം അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു മാധ്യമം വേണം. അപ്പോൾ എന്താ? സൗണ്ട് വേവ്. ഇനി നമുക്ക് സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചത്തിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ടോ, ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചം എത്രയോ കിലോമീറ്റർ അകലെ നിന്നാണ് അല്ലേ, എത്രയോ ദൂരെ നിന്നാണ് അത് വരുന്നത്. അത് വരുന്ന സമയത്ത് അത് ശൂന്യതയിൽ അല്ലേ, അതായത് വാക്കത്തു നിന്നാണ്, അതായത് ശൂന്യാകാശത്തു നിന്നാണ് വരുന്നത് അല്ലെ, എംപ്റ്റി സ്പേസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ്, അത് പല സ്ഥലങ്ങളിലൂടെയും കടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, അതിനൊരു മാധ്യമത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ എന്താണ്? ലൈറ്റ് വേവ്സ്. ഇനി അടുത്തത് റേഡിയോ വേവ്സ്. മാധ്യമത്തിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഈ റേഡിയോയുടെയും ഇതിൻ്റെയൊക്കെ സിഗ്നൽ വരുന്നതിന് ഇല്ല. റേഡിയോ വേവ്സ് എന്തല്ല? മാധ്യമം ആവശ്യമുള്ള വേവ് അല്ല. ഓക്കെ, ഇനി അടുത്തത് ഈ സീസ്മിക് വേവ്സ്. അതിന് എന്ത് വേണം? ഒരു റോക്കോ അല്ലെങ്കിൽ വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും എർത്തിൻ്റെ സർഫസോ അങ്ങനെ എന്തെങ്കിലും ഒരു മീഡിയം എന്താണ് ആവശ്യമാണ്. നമുക്ക് പറയാം എക്സ്റേസ് പറയാം, മൈക്രോവേവ് പറയാം, ഇവിടെ വാട്ടർ വേവ്സ് പറയാം. നമ്മൾ പറഞ്ഞു ചില വേവ്സിന് മീഡിയം ആവശ്യമാണ്, ചില വേവ്സിന് മീഡിയം ആവശ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഇതിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാണ് മീഡിയം ആവശ്യമുള്ള വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ വേവ്സ് അല്ലെങ്കിൽ യാന്ത്രിക തരംഗങ്ങൾ. ഇനി മീഡിയം ആവശ്യമല്ലാത്ത വേവ്സിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ വേവ്സും ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ഉണ്ട്. അതായത് യാന്ത്രിക തരംഗങ്ങളും ഉണ്ട്, വൈദ്യുത കാന്തിക തരംഗങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കണതെന്ന് പറഞ്ഞത്? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ അതിനെന്ത് വേണം? നീഡ് മീഡിയം ടു ട്രാവൽ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സോ ഡു നോട്ട് നീഡ് എ മീഡിയം. മാധ്യമം ആവശ്യമല്ല. ഇനി നമ്മൾ വാട്ടർ വേവ്സിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടായത്? അവിടെ വാട്ടർ വേവ്സ് ഉണ്ടായത് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ എ മീഡിയം ആവശ്യമാണ്, പാർട്ടിക്കിളിൻ്റെ കമ്പനം ആവശ്യമാണ്. പക്ഷെ ഇതിലോ ഓസിലേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് അതിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഓസിലേഷൻ മുഖേനയാണ് എന്ത് സംഭവിക്കുന്നത്? വേവ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മുടെ മെക്കാനിക്കൽ വേവ്സ് അതായത് സൗണ്ട് വേവ്സിനും വാട്ടർ വേവ്സിനും അല്ലെങ്കിൽ സീസ്മിക് വേവ്സിനൊക്കെ ഒരു ശൂന്യതയിലൂടെ അല്ലെങ്കിൽ വാക്കത്തിലൂടെ അല്ലെങ്കിൽ എംപ്റ്റി സ്പേസിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. cannot travel through പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനോ ക്യാൻ ട്രാവൽ. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാലോ? എക്സാമ്പിൾ സൗണ്ട് വേവ്സ്, സീസ്മിക് വേവ്സ്. ഇവിടെയോ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ലൈറ്റ് വേവ്സ്,
പിന്നെ എന്ത് വേവ്സാണ്? മൈക്രോവേവ്സ് അല്ലെങ്കിൽ റേഡിയോ വേവ്സ്. അപ്പോൾ ഈ ഒരു ടേബിൾ മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് ഈ 2 വേവ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മെയിനായിട്ട് മെക്കാനിക്കൽ വേവ്സിന് മീഡിയം വേണം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് മീഡിയം ആവശ്യമല്ല. ഓക്കെ, ഇത് പാർട്ടിക്കിളുടെ വൈബ്രേഷൻ മുഖേനയാണ് മെക്കാനിക്കൽ വേവ്സിൽ പ്രൊപ്പഗേഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഓസിലേഷൻ മുഖേനയാണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽ വേവ്സിന് ഒരിക്കലും ഒരു എംപ്റ്റി സ്പേസിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാവൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇറ്റ്സ് നീഡ് മീഡിയം. പക്ഷെ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ട്രാവൽ എംപ്റ്റി സ്പേസ്. അതിന് നമുക്ക് 2 എക്സാമ്പിളും പറഞ്ഞു. സൗണ്ട് വേവ്സും സിസ്മിക് വേവ്സും, ഇവിടെ ലൈറ്റ് വേവ്സും റേഡിയോ വേവ്സും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റ ടേബിൾ മതി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ മെക്കാനിക്കൽ വേവ്സ് അല്ലെങ്കിൽ ഈ യാന്ത്രിക തരംഗങ്ങൾ തന്നെ 2 തരത്തിലുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും. അതായത് അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ.